ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നൊരു കിടിലായിട്ടുള്ള നമുക്കൊരു ഡിവിഷൻ മാച്ചിൽ അത്യാവശ്യം നല്ലൊരു പൈസ പൊട്ടിച്ച് ഓപ്പോണിനെ കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ഇന്നത്തെ മാച്ച് ഉണ്ടാവും. അപ്പോൾ ഗൈസ്, നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ചെറിയൊരു കോയിൻ ഗീവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യുക. കാരണം എന്തായാലും നിങ്ങൾ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ചെറിയ റൂൾസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, അധികം റൂൾസും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിൽക്കും, എന്തായാലും നിങ്ങൾക്ക് തന്നെ അടിക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മാച്ചിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം മച്ചാമാരെ. അപ്പം ഗൈസ്, നമ്മുടെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എത്ര കോയിനായി എന്നൊക്കെ മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി നമ്മുടെ എന്താ പറയുക, മെസ്സിയുടെ ബർത്ത്ഡേ ആണ് ഇന്നൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും. ഞാൻ വിചാരിച്ചു കോയിനൊക്കെ തരുമായിരിക്കും എന്ന് വിചാരിച്ച് അംബാസഡർ പാക്കിൻ്റെ കൊനാമിയായിട്ട്, പക്ഷെ ഒന്നും തന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സാറിൻ്റെ ഫോട്ടോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും മച്ചാമാരെ നമുക്ക് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഓപ്പോണെ നോക്കുകയാണെങ്കിൽ ഗൈസ്, ഇതാണ് നമ്മുടെ ഓപ്പോണന്റ് ഗൈസ്. സത്യം പറഞ്ഞ ഒരു കിഡിലൻ സ്കോഡാണ് നമ്മുടെ സൗത്ത് ഗേറ്റിന്റെ. അത്യാവശ്യം എല്ലാ ഇതുമുണ്ട്. നമ്മുടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കാർഡാണ്. കാരണം ഓൾറെഡി എല്ലാം ഉണ്ട് ഗൈസ്. മെസ്സി ഉണ്ട്, പിന്നെ അത്യാവശ്യം നെയ്മർ ഉണ്ട്, പിന്നെ സാബിയാണ്, അബിയാട്ടിയാണ് ഇവരുടെ ഗോളി. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയൊക്കെ 4-2-1-3 ആണ് നമ്മുടെ മച്ചാൻ യൂസ് ചെയ്യുന്ന ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. ക്വിക്ക് കൗണ്ടറാണ് എല്ലാം. അത്യാവശ്യം കഴിച്ച് എനിക്ക് തോന്നുന്നു ന്യൂനമെൻഡസ് ഉണ്ട്, മാൻഡേവായിട്ട് 2-3 ആൾക്കാരും 2-3 പേര് മാത്രമേ സാധാ പോർട്ട്ബേക്കാളുള്ളൂ. പക്ഷേ കഴിച്ച് ഇപ്പാണെങ്കിൽ പോർട്ട്ബേക്കാളിനും അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മച്ചാമാർ എന്തായാലും നമ്മൾ ഈ ഒരു വ്യാഴാഴ്ച നമ്മുടെ ലൈവ് ഉണ്ടാകും. റിയൽ സെഞ്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാനൽ ഞാൻ കണ്ടിന്യൂസ് ലൈവ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു മാച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം. കാരണം ഇത്രയും തന്നെ ഒരു ഓപ്പോണന്റ് ആയതുകൊണ്ട് ഗൈസ്, നിങ്ങൾ എത്ര പേര് കൊനാമിക്ക് വേണ്ടി ഫണ്ട് എന്തെങ്കിലും നിങ്ങൾ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് പൈസ കൊടുത്ത് നിങ്ങൾ കോയിൻ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കോയിൻ കൊണ്ടാണോ നിങ്ങൾ എപ്പിക് സ്കോഡൊക്കെ നിർമ്മിച്ചത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് ഒക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കി നോക്കാം. പിന്നെ മാച്ച് എങ്ങനെ എടുത്ത് കമൻറ്റ് ചെയ്യാം ഗൈസ്. ഇപ്പോൾ ഡിവിഷൻ മാച്ചിൽ കുറച്ച് കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ട് പൊതുവെ. അപ്പം അത് മാറും ഗൈസ്. എന്തായാലും നമ്മുടെ മെയിൻ്റെനൻസ് അനുസരിച്ച് മാറും. അപ്പോൾ ഫസ്റ്റ് ടച്ച് നമുക്കാണ്. സുവാരസ് ടു നമ്മുടെ സാബി ടു നമ്മൾ സാബിനെ ഇറക്കി. റോബർട്ടോ കാർലോസ് ടു നമ്മുടെ കഫു എടുത്തു ഗൈസ്. ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജുവാൻ എന്ന് പറഞ്ഞൊരു പുതിയ പ്ലെയർ ഉണ്ട്, എപ്പിക് പ്ലെയർ ഉണ്ട് മച്ചാമാരെ. സാബി ടു മെസ്സി ഗൈസ്. ഇപ്പോൾ നമുക്ക് നോക്കിയൊക്കെ ഏത് മെസ്സിയാണ്. ബെക്കംബർ, റോബർട്ടോ കാർലോസ്, എടാ പാണിയോ മെസ്സി. ഓക്കെ, ബെക്കം, ജുവാൻ സെബാസ്റ്റ്യൻ വെരോ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് മച്ചാമാരെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉള്ളെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അടിച്ചില്ല ഗൈസ്, 21 നമ്പറാണ് എന്തായാലും മച്ചാൻ ഗൈസ്. നമ്മുടെ ഓപ്പോണിൻ്റെ നെറ്റ്വർക്ക് പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് പണിയാവോ എന്നൊരു ഡൗട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. മാനുവലി ടു നമ്മുടെ ഗ്രീസൻ മച്ചാമാരെ കുറേ പേർക്കൊക്കെ 200-300 പോയില്ല ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സെർജിൻഹോ നമുക്ക് നോക്കാം. ടോണി ആഡംസ് ഓടി വന്നെടുത്തടാ ഗൈസ്. അപ്പം ബെക്കംബർ ടു നമുക്ക് നോക്കാം. സെബാസ്റ്റ്യൻ ഗൈസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് ടു നമ്മുടെ നോക്കട്ടെ കുറച്ച് നേരം. ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മൻ, ഓക്കെ ഗ്രീസ്മൻ ഒരു ഷോട്ട് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ട് ഗ്രീസ്മൻ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്രീസ്മൻ അങ്ങനെ അടിച്ചു തുടങ്ങിയിട്ട് മച്ചാൻ വരെ ഫസ്റ്റ് ഗോൾ നമ്മുടെ ഗ്രീസ്മനാണ് അടിച്ചത്. അത് നമ്മുടെ ഫ്രാൻസ് പാക്കിൽ ഗൈസ്. ഈ ഒരു പാക്കൊക്കെ റിപ്പീറ്റ് വരുമെന്നാണ് നമുക്ക് എന്തായാലും വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇത് റിപ്പീറ്റ് അടിക്കുമെന്ന് ഗൈസ്. അപ്പോൾ ഒരു ഗോൾ അങ്ങനെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഈറ്റോ വഴി ഗോൾ ആവുമെന്ന് ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മുടെ നെയ്മർ ടു ഓവൻ ഗൈസ്. അപ്പോൾ ഇവർ ഓവൻ കോംബോയാണ് ഗൈസ്. അപ്പോൾ ടോണി ആഡംസ് ടു നമ്മുടെ സാബി ടു ഗ്രീസ്മൻ. ഓക്കെ, ഗ്രീസ്മൻ ടു റോബർട്ടോ കാർലോസ്. ബാക്ക് എടാ പാസ് ഇട്ടാൽ അവന്മാർ പിടിക്കും ഗൈസ്. കിട്ടിയിട്ടുണ്ട്. റോബർട്ടോ കാർലോസ് ടു നമ്മുടെ ഗ്രീസ്മനിലേക്ക്. എടാ കൂടിപ്പോടാ മച്ചാമാരെ. ഗൈസ് ഇവരുടെ ഗോളി അബിയാട്ടി ആട്ടോ ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലേശ സീനായി തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് നമ്മുടെ അബിയാട്ടി ഗൈസ്. അപ്പോൾ സുവാരസിലേക്ക് കിട്ടിയിട്ടുള്ളൊരു ഷോട്ട് നോക്കട്ടെ മച്ചാമാരെ. ഓക്കെ, അബിയാട്ടി സേവ് ചെയ്തു ഗൈസ്. എന്തായാലും നമ്മുടെ ഓപ്പോണിൻ്റെ നെറ്റ് ചെറിയൊരു സീനുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് സിഗ്നൽ കൂടും കുറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും നമ്മുടെ ബെക്കാമിനെ കൊണ്ടാണ് മച്ചാമാരെ കോർണർ ഏൽപ്പിക്കുന്നത്. ഓക്കെ, അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം കുറച്ച് കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. സെർജിൻഹോ, ഓക്കെ ഗൈസ്. ബെക്കംബർ ടു എടാ മെസ്സി, ജുവൻ ഗൈസ്. ഞാനിത് ആദ്യമായിട്ടാണ് നമ്മുടെ സെബാസ്റ്റ്യൻ ഇല്ലേ, ജുവൻ സെബാസ്റ്റ്യൻ്റെ പിന്നെ സൗത്ത് ഗേറ്റുമായിട്ടൊരു മാച്ച് എനിക്ക് പണ്ടങ്ങാണ്ട് ഞാൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ സിംഗിൾ ബൂസ്റ്റർ അല്ലാത്ത നടത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ ഗൈസ്. അപ്പോൾ ബെക്കംബർ എടുത്തിട്ടുണ്ട്. ബെക്കംബർ ടു ഡേവിഡ് ബെക്കാം ടു നമ്മുടെ മെസ്സി ടു സുവാരസ് ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടി. സാബിനൻസ് ടു മെസ്സി ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി കിട്ടിയിട്ടുണ്ട് മച്ചാന്മാരെ. വീണ്ടും സാബി ടു ബെക്കാം ടു നമ്മുടെ മെസ്സി ടു സുവാരസ് ഗൈസ്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇട്ടിതാക്കാം. ഓക്കെ, കഫു എടാ ചാൻസ് ഉണ്ടായിരുന്നു. കോസ്റ്റായിട്ട് അവിടെ കയറി വന്നില്ലായിരുന്നു. നല്ലൊരു അടിക്കേണ്ട ഗോളാണ് ഗൈസ് അത്. നെയ്മർ ഗൈസ് ഓൾറെഡി ഇപ്പം നെയ്മർ അത്യാവശ്യം എ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓവൻ്റെ ഒരു ഷോട്ട്
ഇപ്പോൾ കഴിച്ച് നമുക്ക് നല്ലൊരു 8ന്റെ പണി കിട്ടിയാൽ വീണ്ടും ഒരു ഷോട്ട് ഗൈസ്. അപ്പോൾ ബെക്കാം നമുക്ക് ഡിഫൻസ് ചെയ്ത് തന്നിട്ടുണ്ട്. മച്ചാമാരെ നമ്മുടെ പണ്ടത്തെ നെയ്മറാണ് ഗൈസ്. അപ്പോൾ സാൻഡോസ് നെയ്മർ പുതിയതൊന്നും നമുക്ക് വന്നില്ല. അപ്പോൾ എന്തായാലും മച്ചാമാരെ അവരുടെ കോർണറിലേക്കാണ് മെസ്സിയാണ് അടിക്കാൻ പോകുന്നത്. രണ്ടും അതായത് ഗൈസ് നമ്മുടെ ഇത് മറ്റേ ബൂട്ട് പീസിംഗ് മെസ്സി അല്ല, ഓൾറെഡി അതിന് മുമ്പ് വന്നൊരു മെസ്സിയാണ്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത് ബിഗ് ടൈം മെസ്സിയാണ്. അപ്പോൾ എന്തായാലും ഗൈസ് ഓൾറെഡി മെസ്സി എല്ലാം എ ആട്ടോ, എ എനർജിയോടെ ഉണ്ട് ഗൈസ്. അപ്പോൾ അടിച്ചു വിട്ടിട്ടുണ്ട് കഫു. അവിടെ ഞാനതെന്ത് പണിയാണെന്ന് ചോദിച്ചേ ചാൻസ് കൊണ്ടേ കളഞ്ഞില്ല മച്ചാമാരെ. കഫു ടു നല്ലൊരു ഷോട്ട്. ഓക്കെ ടോണി ആഡംസ് എടുത്തിട്ടുണ്ട്. ഗ്രീസ്മാൻ സാബി ഗൈസ് കിട്ടിയിട്ടുണ്ട്, അടിച്ചു വിട്ടു. ഓക്കെ സുവാരസ് ടു ബെക്കംബർ ടു ഗൈസ്. ഓൾറെഡി നമ്മൾ രണ്ടുപേരുടെയും കയ്യിൽ ബെക്കംബർ ഉണ്ട്. ഓവൻ മച്ചാമാരെ ഓൾറെഡി ഞാൻ ആലോചിക്കുന്നത് ഞാനൊരു നമ്മുടെ സേവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 2000 കോയിൻ ആയി. എന്തായാലും 1.5 മാസം ആയിട്ടുള്ളൂ തോന്നുന്നു. 2000 കോയിൻ ആയിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ എന്തായാലും ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ ടു നമ്മുടെ സർജിൻഹോ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എടാ പോടാ, ബാക്ക് വെച്ചായിരുന്നെങ്കിൽ മെസ്സി അടിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കയറി വന്നാൽ മതിയാണ്. അത് ഓൾറെഡി നമുക്ക് സ്പീഡ് ഓൾറെഡി ഇപ്പോൾ കഴിച്ച് നമ്മുടെ സുവാരസിൻ്റെ പവർ ലേശം കുറഞ്ഞു. സി പൊസിഷൻ ആയിട്ടുണ്ട്. എ ആയിരുന്നെങ്കിൽ ആശാൻ അടിച്ചാണ്. കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഗൈസ് അപ്പോൾ ഹാഫ് ടൈം ഉണ്ട് കിടിലിനായിട്ടൊരു ഓപ്പോണ്ട് വന്നു. അത്യാവശ്യം നല്ല ഫണ്ട് പൊട്ടിച്ച് പയ്യൻസിന് പകരം നമ്മുടെ ഈ ഒരു സുവാരസ് കൊണ്ടാണ് ഞാൻ ലോസ് ആക്കിയത് ഗൈസ്. അപ്പോൾ സെബാസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെയ്മർ ഗൈസ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു കുറച്ച് ക്യാമ്പയിനും കൂടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. നിങ്ങൾക്കറിയാം ഓൾറെഡി ഇപ്പം മാച്ച് പാസ് സംഭവം ഇപ്പം നമ്മളെടുത്തിട്ട് വലിയ കാര്യമില്ല ഗൈസ്. കിമ്മിച്ച് എടാ പോയല്ലോ ബെക്കംബർ. ഇന്ന് നെറ്റ് പോയോ? സർജിൻഹോ ഗൈസ്. അപ്പോൾ സുവാരസിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. സർജിൻഹോ ഒരു ഷോട്ട് നമുക്ക് നോക്കി. എടാ മെസ്സി ഫ്രീ ആയിരുന്നു ഗൈസ്. മെസ്സി അല്ല, ഓൾറെഡി ഗ്രീസ്മാൻ ഫ്രീ ആയിരുന്നു വെച്ചാൽ ഗൈസ്. അപ്പോൾ അബിയാറ്റി വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം അവർ കളിക്കുന്നുണ്ട് ഗൈസ്. കയറി നോക്കട്ടെ. ഫുൾ ഇടയ്ക്കിടയ്ക്ക് നെറ്റ്വർക്ക് പോകുന്നുണ്ട് നമ്മുടെ ഓപ്പോണൻറ്റിൻ്റെ. മെസ്സി ടു കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. ബെക്കംബർ കഫു എടാ ഇത് പണി പാടുമോ? മെസ്സി സർജിൻഹോ അറ്റാക്ക് ചെയ്യണം. ഗൈസ് അപ്പോൾ സർജിൻഹോ എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ മണ്ടത്തരം ലാസ്റ്റ് എനിക്കൊരു ഡൗട്ടാണ് ഇത് പണി കിട്ടുന്നത്. കാരണം ഗൈസ് നമ്മൾ മിക്ക മാച്ചിലും ഗൈസ് അപ്പോൾ കിട്ടിയിട്ട് ഓക്കെ റോബർട്ടോ കാർലോസ് ടു നമ്മുടെ ഗ്രീസ്മാൻ ടു മച്ചാമാരെ. സർജിൻഹോ കിട്ടിയിട്ടുണ്ട്. എടാ അത് വേണ്ടായിരുന്നു. ഗൈസ് അപ്പോൾ 59 മിനിറ്റ് ആയിരുന്നു. നമുക്ക് നോക്കാം. ബെക്കംബർ ടു സർജിൻഹോ അല്ല സാബി ആയിരുന്നു. സർജിൻഹോ ഗൈസ് റിക്യുപ്പൈയൊക്കെ ഉണ്ട് കേട്ടോ മച്ചാമാരെ. ഈറ്റോ എടാ നമുക്ക് നോക്കാം. ടോണി ആഡംസ് പിടിക്കടാ. മാനുവൽ ന്യൂറാണ് ഗൈസ്. നമ്മുടെ ക്യാപ്റ്റൻ ടസ്പൂസയിൽ കിട്ടിയ മാനുവൽ ന്യൂറാണ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നിങ്ങൾ നിങ്ങളുടെ ഗോളീനൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും നോക്കാം നിങ്ങൾ ഏതൊക്കെ ഗോളീനാണ് എടുക്കുന്നതെന്നും. പിന്നെ ഗൈസ് ഓൾറെഡി മച്ചാമാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഓൾറെഡി റിയൽ സഞ്ജുവിൻ്റെ ചാനലിൻ്റെ ലൈവും മച്ചാമാരെ നല്ല രീതിക്ക് നമ്മുടെ മാനുവൽ ന്യൂർ സേവ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ലൈവ് വരാത്ത വേറെ ഒന്നും കൊണ്ടല്ല മച്ചാമാരെ, നമ്മുടെ ഈ ഒരു ആപ്പിൽ എന്താണെന്നറിയില്ല, നമ്മുടെ ഒരു ആപ്പ് സെറ്റ് ആവുന്നില്ല. അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് കുറച്ച് നോക്കി, പക്ഷെ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ലൈവ് ഇതിലും ആക്കാം. ഗൈസ് സാബി കറക്റ്റ് റൊണാൾഡോ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഹെഡ് അടിച്ചാലേ പുറത്തേക്ക് പോയിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ അടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഓൾറെഡി നമ്മുടെ പുതിയൊരു അപ്ഡേറ്റിന് അത്യാവശ്യം നല്ല GB കാണുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നല്ല നല്ല പാക്കുകൾ ഓൺ ദ വേ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ വരാൻ പോകുന്ന ഡാറ്റ പാക്കിലുള്ള കാർഡുകളൊക്കെ ഇട്ടിട്ടുണ്ട് നിലവിൽ. അപ്പോൾ എന്തായാലും മച്ചാമാരെ നമ്മുടെ ഇവിടെ ഇന്നലെയൊക്കെ മഴയായിരുന്നു. ടെന്നിസിനെ ഞാൻ ഇറക്കിയിട്ടോ മച്ചാമാരെ. ഓൾറെഡി ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നെയ്മർ ഓക്കെ അതും പോയടാ മച്ചാമാരെ, അത് പോയി. ഓഫ് സൈഡ് ആയിരുന്നു. നല്ലോണം അടിക്കാൻ പറ്റിയൊരു ചാൻസ് കിട്ടിയതായിരുന്നു ഗൈസ്. അപ്പം ഇന്നലെ രാത്രിയാണെങ്കിൽ ഞാനാണെങ്കിൽ നല്ലൊരു വീഡിയോ ഓൾറെഡി എന്താ പറയുക റെക്കോർഡ് ചെയ്ത് വെച്ചതായിരുന്നു കവാനീൻ്റെ കൂടെ. മാച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ജയിച്ചു. അപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി റെക്കോർഡ് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ആകെ 3 മിനിറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്തുള്ളൂ. നല്ലൊരു മാച്ചായിരുന്നു, അതുകൊണ്ടാണ് പാളി ആ മാച്ച് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് ബെക്കംബർ സാബി അലോൺസോ ഗൈസ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ പെലെ ആർണയൻ ആ ഒരു എന്താ പറയുക പാക്ക് നന്നായിട്ട് വൈപ്പ് ഔട്ട് ചെയ്യണമെന്നുണ്ട് ഗൈസ്. കിമ്മിച്ചിന് ഞാൻ ഇറക്കിയായിരുന്നു കേട്ടോ സാബി അലോൺസോ ഗൈസ്. സാബി അലോൺസോ അത്യാവശ്യം നല്ലോണം പണിയെടുക്കുന്നുണ്ട് ഗൈസ്. കിട്ടിയിട്ടുണ്ട് സർജിൻഹോ ഓക്കെ. ഡെന്നിസ്ലോ ഗൈസ്. അപ്പോൾ നോക്കട്ടെ. ഓക്കെ ഇവിടുന്ന് ഒരു ഷോട്ട് അടിക്കാൻ പറ്റുമോ? ഇല്ലില്ല. ബാക്കോട്ട് പോട്ടെ. ഓക്കെ സാബി അലോൺസോ ടു നെയ്മർ. എടാ ഈ സാബി നമുക്കിട്ടുള്ള പണിയാണല്ലോ മച്ചമ്പിയെ. ഗൈസ് അപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇവന്മാരുടെ. ഓക്കെ ടോണി ആഡംസ് ഗൈസ്. ഒന്നാമത് ഈ ഹാളൻഡ് എടാ ഓക്കെ മാഗ്നിയോർ എടുത്തു ഗൈസ്. ഒന്നാമത് ഈ ഹാളൻഡ് ഇച്ചിരി സീനാണ്. ഞാൻ എപ്പോൾ മാച്ച് നോക്കിയാലും ഈ ഒരു 90-ാം മിനിറ്റ് കഴിഞ്ഞിട്ട് മിക്ക ഹാളൻഡുമാരും എവിടെ നിന്നാണ് കയറി വരുന്ന ഒരു പിടുത്തം ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല സ്പീഡുള്ളൊരു കാർഡാണ് ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് മെസ്സി. ഇത് ഷോട്ട് അടിക്കാൻ പറ്റൂല. ബാക്കോട്ട് വെക്കാം. ഡെന്നിസ്ലോ ടു കിമ്മിച്ച്. ഓക്കെ വീണ്ടും കഫു
ഗൈസ് ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി മാച്ച് കളിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നാമത് ഗെയിമിൻ്റെ പ്രശ്നമല്ല, നമ്മൾ ഓൾറെഡി ശ്രദ്ധിക്കണം. കാരണം ഓൾറെഡി എന്താ വെച്ചാൽ ഡെയിലി കളിക്കുമ്പോൾ നമ്മൾ പാസും കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. നമ്മൾ ഡെയിലി കളിക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗൈസ് അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സർജിൻഹോ എടാ അത് ഞാൻ എന്തിനാ അങ്ങനെ സ്റ്റണ്ണിങ് അടിച്ചാൽ മതിയായിരുന്നു, നല്ലൊരു ചാൻസ് ആയിരുന്നു, ഗോൾ കയറുമായിരുന്നു. അത് ഗൈസ് കണ്ടിന്യൂസ് ആ മാച്ച് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്. കാരണം നമ്മൾ ഡെയിലി കളിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി പാസും കാര്യങ്ങളൊക്കെ റെഡിയാവും. പിന്നെ കുറച്ച് സ്ക്രിപ്റ്റിംഗ് ഉണ്ടാവുള്ളൂ, അത് പിന്നെ നിങ്ങൾ നോക്കണ്ട ഗൈസ്. കാരണം നമുക്ക് മൊത്തത്തിൽ മാച്ചിലൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ സെറ്റ് ഔട്ടോ മച്ചാമാരെ, ഇത് ഇങ്ങനെയൊന്നും നിലനിൽക്കില്ല, ഇതെന്തായാലും റെഡിയാവും. കാരണം എപ്പോഴും ഗെയിം ഇങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്കറിയാലോ ഓൾറെഡി ഇപ്പം ചില സമയത്ത് നമുക്ക് ഗൈസ് അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കഫൂട്ടി എംബാപ്പെ മച്ചാമാരെ, ഇത് നമുക്ക് അടിക്കണം. ഓക്കെ മുസൈല അല്ല ഡെന്നിസിലോ മുസൈലൊക്കെ കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. ഓക്കെ മുസൈല ഏറ്റവും നമുക്ക് നോക്കാം. ഇതൊരു ഗോള്. ഓഹ് എന്തേ പൊന്ന് ഗൈസ്, അബിയാട്ടി ആ ഒരു ടൈമിൽ വന്ന് പിടിച്ചു മച്ചാമാരെ. പോർവേ മുസൈലിയാണ്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമാരെ ഒരു കിടിലൻ ഷോട്ടായിരുന്നു. എന്തായാലും അബിയാട്ടി പുറത്തേക്ക് ഇട്ടു. നമ്മൾ റോബർട്ടോ കാർലോസിനെ കൊണ്ട് അടിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം. എടാ ഓക്കെ അബിയാട്ടി നേരിട്ട് ഒന്ന് അടിച്ചു ഗൈസ്. അപ്പോൾ കിമ്മിച്ചിട്ട് നമുക്ക് ബാക്കോട്ട് കൊടുക്കാം. കഫു പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മാച്ചായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിവിഷനൊക്കെ ഏതാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഗീവ് അവേയിൽ പങ്കെടുക്കുക കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ചാനലുണ്ട്, ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ ഒരു വിന്നർ. അപ്പോൾ എന്തായാലും എല്ലാവരും പങ്കെടുക്കുക. ചെറിയ റൂൾസേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും ആ ഒരു ചാനൽ പോയി നോക്കുമ്പോൾ കാണാവുന്നതാണ് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മാച്ചായിരുന്നു. അബിയാട്ടി അത്യാവശ്യം നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജുവാൻ സെബാസ്റ്റ്യൻ വെറോൺ എന്ന് പറഞ്ഞ ഈ ഒരു മാച്ച് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ഓപ്പോണന്റിൽ വരുന്നത്. അപ്പോൾ മച്ചാൻ ഒരു കിടിലൻ മാച്ചായിരുന്നു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. നമ്മുടെ ഓൾറെഡി നമ്മുടെ ലൈവ് വ്യാഴാഴ്ചയ്ക്ക് ഉണ്ട്. അപ്പോൾ അതിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.